ബയാണെങ്കിൽ ഇപ്പൊ ആർച്ചറി പ്രാക്ടീസിംഗിലാണ്. ശരിയായിട്ട് ഫോക്കസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, സങ്ങിന്റെ ആ ഒരു ചിരിച്ചോണ്ടുള്ള മുഖമാണ് ഇപ്പൊ മനസ്സ് നിറയെ. അവൾക്കാണെങ്കിലോ അതൊളിക്കാനേ നേരമുള്ളൂ. കൈയൊക്കെ ഹോൾഡ് ആക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീല് തോന്നിയിട്ടുണ്ടാവും. വരുന്ന ക്ലയൻസിനോടൊക്കെ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുക. ദേ ഇങ്ങനെയായിരുന്നു, ഇതിലെന്തോ ഇല്ലേ. കപ്പിൾസിനെ പോലെ ഇവള് വെറുതെ വിടാത്തത് കൊണ്ട് അമ്മയെ ആണെങ്കിൽ അസിസ്റ്റന്റ് തടഞ്ഞു പിടിച്ചുകൊണ്ട് മാത്രം തെറി വെക്കാത്തതാണ്. സങ് ഒരു ഹ്യൂമൻ അമലറ്റ് ആയെങ്കിൽ കൂടെ അവൾക്ക് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. സോ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ അവളുടെ ആ ഒരു സെന്റ് ഉണ്ടെങ്കിലും മതി. അതിനുവേണ്ടി ഇപ്പൊ എന്താ കൊടുക്കാന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പിക്കാബോനെ കാണാ. ഇതൊരു ലിപ് ബാം ആണ്. ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുവോ എന്തോ വഴിയെന്ന് ആലോചിക്കുമ്പോഴാണ് അവൻ തന്നെ ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുക. ഈ ക്ലൈമറ്റ് എത്ര നല്ലതാലേ. അതെ അതെ, ഇങ്ങനത്തെ ക്ലൈമറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലിപ്സ് ആണ്. നിന്റെ ലിപ്സ് ആണെങ്കിൽ വളരെയധികം നന്നായിട്ടുണ്ട്, അതിന് നീ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലിപ് ബാമും കൊടുത്തു. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യണേന്ന് ആലോചിച്ച് അവൾക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീല്. ചിണങ്ങി ബസ്സിലിരിക്കുന്നത് ബേ ആൻഡ് ജീഹോ രണ്ടുപേരും കണ്ട് ഇവൾക്ക് എന്താ വട്ടായോ. ജീഹോ അവളെ ഉണർത്താൻ വേണ്ടി കൈകൊണ്ട് അവളുടെ നെക്കിലൊന്ന് തൊടാൻ പോയതാണ്. ബേ അപ്പോഴേക്കും അവളെ തൊട്ടു. സങ് കയ്യിലും പിടിച്ച് പിങ്കി ഫിംഗർ. ജീഹോ നീ ഒന്ന് അടങ്ങിയിരിക്കുക. ഇവന്റെ പേരെന്തിനാ പറഞ്ഞ ഞാനും നിന്റെ ഫ്രണ്ട് അല്ലേന്ന് വെച്ച് ബേക്ക് ചെറിയൊരു പിണക്കം കിട്ടിയത്. യോംഹ എന്തൊക്കെയോ കൂടോത്രപരമായ നെഗറ്റീവ് എനർജിയെ ആരാധിക്കുന്നവളാണെന്ന് തോന്നുന്നു. ഇവയുടെ ഗ്രാൻഡ്മയുടെ മെമ്മറീസ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും അവരുടെ ഫോട്ടോസ് എല്ലാം എടുത്തോണ്ട് പോകും. അതേസമയം ഈവൽ സ്പിരിറ്റ് കാരണം ആരുടെയും ജീവൻ പോവാതിരിക്കാനുള്ള ശ്രമത്തിലാണ് സങ്ങും അവക്കടെ അമ്മയും. മന്ത്രചരടെല്ലാം അവിടെ വരിഞ്ഞു കെട്ടി മുറുക്കി വെച്ചാലും ഒരാളുടെ കൂടെ കോർഡിനേഷൻ വേണം. വേറെ ആരുടെയല്ല, സ്വന്തം മനസ്സിന്റെ. മനസ്സ് സ്ട്രോങ് ആയിരിക്കണം. ആ ഈവൽ സ്പിരിറ്റ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. ഡങ്ജിയോൺ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുമ്പോ സങ് എന്താ ചെയ്യാന്നറിയോ, ആ ഒരു കലണ്ടർ എടുത്ത് കണ്ടോ ഇനി വേറെ 8 ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ ബേക്കും പുതിയൊരു ലൈഫായി. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുന്ന വഴി ആദ്യം കാണുന്നത് ആ ഒരു ബേബി ഗോസ്റ്റിനെയാണ്. പക്ഷെ അന്ന് വെച്ച അംലറ്റിന്റെ ശക്തി കാരണം അതിപ്പോ നല്ല ഉറക്കാണ്, പേടിക്കാനൊന്നുമില്ല. ഇവളാണെങ്കിലോ ബെയിനെ സേഫ് ആക്കാൻ വേണ്ടി അവന്റെ ടൈലാണ് ഇത്ര നേരം ഹോൾഡ് ആക്കിക്കൊണ്ടിരുന്നത്. ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നത്. ജീഹോ അവളെ വഴക്കിടാൻ പോകുമ്പോഴാണ് സാരിലടാ പോട്ടേന്ന് പറഞ്ഞ് ബേ ആണെങ്കിൽ ഒരു കള്ളച്ചിരിയും. എന്തൊക്കെയോ ശരിയല്ല. ഇനി ലഞ്ച് ബ്രേക്കിന് ജീഹോ പിടിച്ച സീറ്റിൽ വന്നിരിക്കാതെ നേരെ സങ് അവന്റെ അടുത്ത് പോയിരിക്കുന്നത് കൂടി ആകുമ്പോ ഇവനെ മതിയായി. അതെ, നമ്മൾ 3 പേരില്ലേ, എന്നിട്ട് എന്താ എന്നെ മാത്രം ഇപ്പൊ ഓടി ചെയ്യുന്നത്. ശരി, അവന്റെയും കൂടെ അടുത്തിരിക്കാനായിട്ട് എഴുന്നേക്കുമ്പോഴാണ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവർക്ക് ചുറ്റും വന്നിരിക്കും. ആ റൗഡി ചെക്കനുണ്ടല്ലോ ചിന്ന, അവന്റെ കൂടെ ആ ഡോഗിന്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ട്. അതിന് സങ്ങിനെ മാത്രമല്ല കാണാൻ കഴിയുള്ളൂ. അവൾ അതിനെ നോക്കി കൊഞ്ചിക്കുന്നതെല്ലാം ബെയും നോട്ട് ചെയ്യുന്നുണ്ട്. ഇവള് ജീഹോനെയാണോ നോക്കുന്നത്. ജിൻ എവിടെ പോയാൽ ആ ഡോഗും വരും. അവള് നോക്കുന്നത് ഡോഗിനെ ആണെങ്കിലും ജീഹോയ്ക്ക് ഒരു ഡൗട്ട്. പോരാത്തതിന് അവൾ അവനെ നോക്കി ക്യൂട്ട് എന്നും കൂടെ പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഷോക്ക്. അതിൽ പിന്നെ ജിന്നിനെ എവിടെ വെച്ച് കാണുമ്പോഴും വല്ലാത്തൊരു നോട്ടാണ്. ഇവനാണ് അത്രയ്ക്ക് ക്യൂട്ട് എനിക്ക് തോന്നുന്നില്ല. ജീഹോ എന്നോട് സംസാരിക്കുകയാണ്. ഇത്ര നാള് നിനക്ക് ഹാൻസം ബേ ആയിരുന്നു, ഇപ്പൊ ജിന്നായോ ക്യൂട്ട്. അതിനാരെ അവനെ നോക്കിയെന്നോർത്ത് ഇവൾക്കും ഒരു കൺഫ്യൂഷൻ. പിന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ആക്കും. അവനൊരു ഡോഗ് ഉള്ളതായിട്ട് നിനക്ക് അറിയില്ലേ, ബോക്കി. അതാണിപ്പോ അവന്റെ ഗാർഡിയൻ സ്പിരിറ്റ്. പിന്നെ ഡെയിന്റെ കൂടെയുള്ള ഒരു ബേബി ഗോസ്റ്റ് ഇല്ലേ, അതിനെ പറ്റി അവള് പറയും. അവൾ അടുത്ത് വരുമ്പോഴൊക്കെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് വരുന്നത് നോട്ട് ചെയ്തിട്ടില്ലേ. അതെ ശരിയാണ്, പക്ഷെ ജീഹോയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിന് കാരണം അവൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവള് പറയുമ്പോ ചെക്കന് നല്ല സന്തോഷായി. ചിലർക്ക് ലവ് ഫീൽ വന്ന ഭയങ്കര പ്രട്ടിയായിരിക്കും എന്ന് പറയാറുണ്ട്. നിനക്കിപ്പോ എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോ ജീഹോയ്ക്കാണെങ്കിൽ അവളെ വലിയ ഇഷ്ടമാണ്. അവളെ നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെ നമുക്ക് മനസ്സിലാക്കാം. സ്കൂളിനടുത്ത് തന്നെ പ്രേതാലയം പോലെ ഒരു വീടുണ്ടെന്ന് അറിഞ്ഞാൽ ഈ 2 പേരുണ്ടല്ലോ ഹൊറർ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ലൈവിൽ ഓരോന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ഡോറ് പൊളിക്കാൻ നോക്കുന്നത് നമ്മുടെ സംഘം അവൾക്കുടെ അമ്മയും കാണുന്നുണ്ട്. ഇതേത് 2 മണ്ടന്മാരെന്ന് പറഞ്ഞ് ഡങ്ജിയോൺ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇവര് ഞെട്ടിപ്പോവും. അവർക്ക് ഇത്ര വാണിംഗ് കൊടുത്തിട്ട് അവര് പോകുന്നില്ല. വീടിനകത്ത് പോണെന്ന് നിർബന്ധം. സംഘ് വേഗം തന്നെ അമ്മയുടെ വാളെടുത്ത് അവർക്ക് നേരെ കറക്കി ഒരു വീശായിരുന്നു. 2 പേടിച്ചോടി. അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടായി. പക്ഷെ ഇവര് 2 പേരും പോകുന്നത് വരെ ആ മണ്ടന്മാര് വെയിറ്റിംഗ് ആയിരുന്നു. ഡോറെല്ലാം തുറന്നു. അകത്ത് കയറി അവിടെ മൊത്തം വീക്ഷിച്ച് താഴെ കിടന്നൊരു റിങ് അത് കയ്യിലെടുത്തപ്പോഴേ ഇവന്റെ കണ്ണൊക്കെ മാറി ശരിക്കും റെഡ് കളറായി. ഈവിൾ പൊസസ് ആയതുപോലെ കൂടെ ഉണ്ടായവന്റെ കഴുത്തിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ടാണ് പോയത്. ഡങ്ജിയോൺ ഈ ന്യൂസ് അറിയുമ്പോ തന്നെ മനസ്സിൽ കരുതിയതാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വേറെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഷമാൻസിനെ കൂടി വിളിച്ചു വരുത്തണം. റിച്വൽസ് ഉടനെ തന്നെ നടത്താന്ന് പറയുമ്പോ ഹൗസ് ഓണർക്ക് എന്തായാലും സന്തോഷായി. ഇക്കാര്യം സംഗിനെയും വിളിച്ചറിയിക്കുകയാണ്. ഞാനൊരു സ്ഥലം വരെ പോവാ, നീ വേണം എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ. അവള് കോളെല്ലാം കെട്ടാക്കി പോവെന്ന് പറയുമ്പോ ബേക്കും ജീഹോയ്ക്കും കൂടെ തന്നെ വരണം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. തിരികെ വന്ന് ബേയുടെ കൈ പിടിച്ച് അവന് സ്പിരിച്വൽ വാം കൊടുക്കുമ്പോ ജീഹോ ഇതെല്ലാം കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. ഒരു കാര്യം
ടൈമില്ലെങ്കിലും അവനും കൊടുക്കും 2 തട്ട്. ബേയാണെങ്കിൽ സങ് ഇടക്കിടക്ക് അവനെ വന്ന് ടച്ച് ആക്കുന്നതൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വന്നതാണ്. ആ ഒരു സന്തോഷം കളയാൻ വഴിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് യോംഹ. ഇവളാണ് ഇവനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുന്നത്. ഗ്രാൻഡ്മ മരിച്ചപ്പോ എന്താ അയച്ചെന്നറിയോ? നിന്റെ ശാപം പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന്. അവൾ ആ ഫോട്ടോസിലെല്ലാം ഓരോരോ മന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ്മയുടെ ഫേസിലും അത് കാണുമ്പോ ഞാനല്ല നിന്റെ ടാർഗറ്റ്, എന്നെ ക്രൂശിച്ച പോരെ, എന്തിനാ എന്റെ ഗ്രാൻഡ്മയെ പാവം. അവന്റെ കണ്ണടിച്ച് സോൾട്ട് വാരി എറിയാണ്. ഇതേ പ്രോസസ് തന്നെയാണ് ഈവൽ സ്പിരിറ്റ് പോവാൻ വേണ്ടി ഡങ്ജിയോണും ചെയ്യുന്നത്. ക്ലൻസിംഗ് റേറ്റ് തുടങ്ങുമ്പോ വൈറ്റ് ഷാൾ ആ വീട്ടിനുള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് ബ്രൗണിഷ് കളറിലുള്ള ക്ലൗഡ് വന്ന് അവിടെ മൊത്തം നിറഞ്ഞു. അതിനെ വലിച്ച് പുറത്തേക്ക് എടുക്കണം. വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അവള് ഭയങ്കര ടയേർഡാണ്. ബേ ആകെ സങ്കടപ്പെട്ട് വീടെത്തുമ്പോ സംഘ കൊടുത്ത ഗിഫ്റ്റ് കാണും. അവനത് എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തത്. നെക്സ്റ്റ് ഡേ ബസ്സിൽ കിടന്ന് നല്ല ഉറക്കാണ്. ഉറങ്ങി തൂങ്ങി ബസ്സിലേക്ക് തലയടിക്കാനായിട്ട് വരുമ്പോ ജിഹോ ആൻഡ് ബേ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യണം. ബേയുടെ കയ്യിൽ അവള് സുഖമായിട്ട് ഉറങ്ങുന്നത് ചെക്കൻ എന്തോ ഇച്ചിരി ഇഷ്ടക്കേട്. ക്ലാസ്സിലെ ചെയ്യണം, നല്ല ഉറക്കാണ്. ആ ടൈമിലാണ് ഈ റൂമർ ചെക്കൻ ഉണ്ടല്ലോ ഫോണെല്ലാം സ്ക്രോൾ ചെയ്ത് ഇന്നലെ നടന്ന ഗോസ്റ്റ് ഹൗസിലെ വീഡിയോ കാണുന്നത്. ഇതിപ്പോ വേറെ ആരെങ്കിലും കൂടെ കാണിക്കണല്ലോ. ഉറങ്ങി കിടന്ന സംഗിനെ വിളിച്ചുണർത്തുമ്പോഴാണ് അവൾ ശരിക്കും ഒരു കാര്യം നോട്ട് ചെയ്ത് ഷോക്കാവുന്നത്. സംഗിന്റെ അതേ ഫേസ് കട്ടാണ് ഈ വീഡിയോയിലുള്ള പേഴ്സണും. നീ ശമാനാണോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം. പിന്നെന്താ ക്ലാസ് മൊത്തം ഇക്കാര്യം അറിയിച്ചു. ജസ്റ്റ് ഒരു പെൻ എടുത്തു കൊടുത്ത് ഈ സോഡ് പോലെ ഒന്ന് വീശി കാണിക്കണം, അതാണ് ഡിമാൻഡ്. കറക്റ്റ് ടൈമിൽ ജിഹോയും ബേയും അങ്ങോട്ട് വരും. ജിഹോയ്ക്ക് ആ ഫോട്ടോ കാണുമ്പോഴേ ഒരു മിനി അറ്റാക്ക്. അയ്യേ ഇത് അവളൊന്നും അല്ലെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ ഈ ചെക്കൻ വിടണ്ടേ. വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തോണ്ട് മടിച്ച് അവൾ ആ പേനയും വാങ്ങും. ബേ ആണെങ്കിൽ ഇടയ്ക്ക് കയറി ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണോ, നീ ശമാനാണോ? അല്ലല്ലോ. അവന്റെ നേരെ തിരിഞ്ഞ് ഇവളൊരു കില്ലർ ആണെന്നാണോ നീ വരുത്തി തീർക്കുന്നത്? ആ പെന്നും വലിച്ചെറിഞ്ഞ് ഒത്തിരി ദേഷ്യത്തോടെയാണ് ഇറങ്ങി പോകുന്നത്. എല്ലാവരും ഇത് കണ്ട് പേടിച്ചും പോയി. ജിഹോയും പിന്നാലെ പോയതാണ്. ഇവളെല്ലാത്തിനും ചിരിച്ചു കൊടുത്തതാണ് അവന് ഏറ്റവും ദേഷ്യായത്. ഓവറായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ അതേടാ ഞാനാ ശമാൻ, നീ എന്താ വിചാരിച്ചേ? വെറും 21 ദിവസം മാത്രം ആയുസുള്ള നിന്നെ ബേബി ഗോസ്റ്റ്, ആ ഗോസ്റ്റ്, ഈ ഗോസ്റ്റ് എന്നൊക്കെ സംരക്ഷിക്കുന്നില്ലേ? എന്നെ പറഞ്ഞാ മതി. ഇഷ്ടാന്ന് വിചാരിച്ച ഓവർ ആയാലുണ്ടല്ലോ കിസ് അടിച്ച് നിന്നെ ഞാൻ തിന്നും എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വായിൽ നിന്ന് വന്നില്ല. അവനൊരു ശമാനെ ഇത്രയ്ക്ക് വെറുക്കുന്നതാണ് ജിഹോയ്ക്കും ദേഷ്യായി പോയത്. ഓടി പിന്നാലെ ചെന്ന് വന്ന് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞവനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. എത്തവണ ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നത് ജിഹോയാണ്. ബേയുടെ അഡ്വൈസും അവന്റേത് സർക്കിളിൽ എവിടെയെങ്കിലും കൊള്ളുന്നുണ്ട്. പക്ഷെ ജിഹോ ആണെങ്കിൽ മൊത്തം പുറത്താണ് എയിം ചെയ്യുക. സംഘം എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നതിന്റെ റീസൺ ഞാനാ. ഈ ക്ലാസ്സിൽ അവൾ ആദ്യമായിട്ട് വന്നപ്പോ ഞാനാണ് ആദ്യം പരിചയപ്പെട്ടത്. എന്നോടാണ് സംസാരിച്ചത്. അവൾക്ക് അന്നേരം കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചിരിക്കാറേ ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച എന്നെ പോലെ റിലാക്സ് ആയിട്ട് ഇരിക്കാം, നോ ടെൻഷൻ. ആ അഡ്വൈസ് കൊടുത്തത് ഞാനാ. ഇനി അവളെ വഴക്ക് പറയണ്ട, നിനക്ക് വേണമെങ്കിൽ എന്നെ പറഞ്ഞോ. ലാസ്റ്റായി അവളോട് എനിക്ക് ക്രഷ് ഉള്ള കാര്യവും ജിഹോ സമ്മതിച്ചു. തമാശയല്ലെന്ന് തെളിയിക്കാൻ കറക്റ്റ് ആയിട്ട് ആ സർക്കിളിൽ തന്നെ എയിമും ചെയ്തു. ബേക്കാണെങ്കിൽ ഒരു അക്ഷരം പോലും തിരിച്ചു പറയാനില്ല. എല്ലാം കേട്ടോണ്ട് നിൽക്കും. നൈറ്റ് റിച്വൽസിന്റെ ബാക്കി പാർട്ട് ചെയ്യുമ്പോ ഡങ്ജിയോന്റെ മനസ്സിൽ മൊത്തം യോംഹയുടെ ഫേസ് ആണ്. അവളുടെ ഗുരുവാണ് ഡങ്ജിയോൺ. അവൾക്ക് മന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതും ഡങ്ജിയോൺ തന്നെ. മൈൻഡൊന്നും ശരിയല്ലാത്തതുകൊണ്ട് അന്ന് ചെയ്ത പൂജയും വർക്കായില്ല. ഗോസ്റ്റിനെ കാണാൻ പറ്റുന്നത് ഒരു കഴിവല്ല, ഒരു തരത്തിൽ ശാപാണ്. ചങ്ങാണെങ്കിലോ ഷമാൻസിനെയാണ് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അങ്ങനെയുള്ള അവൻ എന്നെ ഈ ഡ്രസ്സിൽ കണ്ടാൽ എന്താവും എന്ന് ചോദിച്ചതേ ഉള്ളൂ. പിന്നാലെ തന്നെ ബേ ഓടി വരുന്നു. ആൾക്കാണെങ്കിൽ ഇവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അത് മാസ്ക് ഇല്ലാതെ. കണ്ടില്ലെന്ന് നടിച്ച് ഇവര് രണ്ടുപേരും ഓടിപ്പോയതാണ്. പക്ഷെ ചെക്കൻ വിടുന്ന ലക്ഷണം ഇല്ലാത്തോണ്ട് അമ്മ ഇതിൽ ഇടപെടും. അല്ല വേറൊന്നിനും അല്ല, ഷമാനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ എന്റെ ഒരു ഫ്രണ്ടിനെ എല്ലാവരും സംശയിക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫോട്ടോ തന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇല്ലാന്ന് അമ്മ തീർത്ത് പറഞ്ഞു. ഇവളെന്താ നിന്റെ ഫ്രണ്ട് ആണോ? അല്ലല്ലോ, സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ നീ ഇങ്ങനെയാണോ പെരുമാറാ? ശരി വേണ്ടെന്ന് വെച്ചാൽ അവൻ സോറി പറഞ്ഞ അങ്ങനെ ഒരു മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ റിസീവ് ആവുന്ന സൗണ്ട് തൊട്ടടുത്ത് നിന്ന് തന്നെ. അവൻ തിരിഞ്ഞു നോക്കുമ്പോ പെട്ടെന്ന് ആ ഫോൺ മാറ്റി കണ്ണടിച്ച് പൊളിക്കുന്ന ഒരു വാണിംഗ് കൊടുത്ത് മിരട്ടും. പിന്നെ അതാലോചിച്ച് കരച്ചിലോട് കരച്ചിലാണ്. അയ്യോ ഞാനിനി എന്ത് ചെയ്യും? അപ്പൊ വഴിയിലാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്. ഒരു ഡ്രസ്സ് നോക്കി അമ്മ സംഗിനോട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു. അവൾക്ക് ആ ഡ്രസ്സും വാങ്ങിക്കൊടുത്ത് വേഗം പോയാ ഇപ്പൊ അവനെ കാണാൻ പറ്റും. അവൾക്ക് വന്ന സന്തോഷം. അവളുടെ അമ്മയാണ് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ശരി അവന് റിട്ടേൺ മെസ്സേജ് അയച്ച് ഓടി ചെല്ലുവാണ്. രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ഒരു പാർക്കിൽ വെച്ച്. ക്ലാസ്സിൽ വെച്ച് റോഡായതിനൊക്കെ അവൻ അപ്പൊ തന്നെ സോറി പറയും. അപ്പൊ അവള് ഹാപ്പി. പെട്ടെന്ന് അവിടെ പവർ കട്ടായി. ചുറ്റിലും
ഒത്തിരി ഈവൽ സ്പിരിറ്റ് ഉണ്ട്, പെയിന് സേഫ് ആക്കണമല്ലോ. ഇരുട്ട് പേടിയാണെന്ന് പറഞ്ഞ് അവന്റെ കൈ ഹോൾഡാക്കി ഒരു കഥ പറയാണ്. ചെറിയ ഏജിൽ എനിക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചം തന്ന മുഖമാണ് അമ്മയുടേത്. ഈ ചൂടുണ്ടല്ലോ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നതിന്റെ ഒരു പ്രതീകമാണ്. ഇപ്പൊ അവൻ ഫോഴ്സ് ചെയ്തുള്ള ചിരിയോടുള്ള വെറുപ്പിന്റെ കാരണം പറയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഷമാനാണ് യോംഹ. അവളുള്ളത് കൊണ്ടാണ് എല്ലാ ഷമാൻസിനെയും അവൻ വെറുത്തത്. തെറ്റായ മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അതില്ലാതാക്കാൻ അവരെന്തും ചെയ്യും. സംഗപ്പ അവനൊരു ഹക്ക് കൊടുത്താണ് സമാധാനപ്പെടുത്തുക. നിനക്ക് ബാഡായിട്ട് ഒന്നും തന്നെ വരാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാവും. അതിലവനും ആശ്വാസം തോന്നി. അപ്പൊ തിരിച്ചവൻ ഹഗ് ചെയ്യുവാണ്. കറക്റ്റ് ടൈമില് പവറും ഓണായി. രണ്ടുപേർക്കും ചെറിയ ചമ്മലാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ പേയും അവളും സ്കൂളിലേക്ക് പോകുന്നത് സൈക്കിളിലാണ്. ഇവരെ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരുന്ന ജീഹോ ആരായപ്പോ ബേ അവന്റെ ലൈഫിൽ ഇത്രയധികം സന്തോഷിച്ച നാളുകളേ ഇല്ല. പതിവ് പോലെ ഇവള് മതിൽ ചാടുമ്പോ അവനാണ് അവളെ ഹെൽപ്പ് ചെയ്ത് താഴെ ഇറക്കിയത്. ഇവിടെ ഡങ്ജിയോണാണെങ്കിൽ ഫ്ലവർ മാസ്റ്ററെ കാണാൻ പോയിരിക്കുകയാണ്. ഈശ്വര, സ്വപ്നായിരിക്കണേ. അല്ലെന്നറിയുമ്പോ ആൾക്കൊരു ഷോക്ക്. പിന്നെ യോംഹയുടെ ഡീറ്റെയിൽസ് വാങ്ങാനാണ് ഡങ്ജിയോൺ വന്നത്. ആൾ അപ്പൊ തന്നെ അവൾക്ക് കോൾ ചെയ്യുമ്പോ നിന്റെ മുന്നിലിരിക്കുന്ന ലേഡിയോട് പറഞ്ഞേക്ക് എന്റെ കാര്യത്തിൽ തലയിടരുതെന്നൊരു വാണിംഗ് കൊടുത്ത് അവൾ അപ്പൊ തന്നെ ഫോൺ കട്ടാക്കും. അമ്മയില്ലാത്തത് കൊണ്ട് റിച്വൽസിലുള്ള സാധനങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് കൊണ്ടുവരണം. സെയിം ടൈം ഇവളാണെങ്കിലോ ആ ഒരു റിങ്ങിനുള്ളിൽ വെച്ച ഈവൽ സ്പിരിറ്റിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘം എന്ന ഡോർ ഇപ്പൊ തുറക്കാൻ നോക്കിയാ ഇവള് സമ്മതിക്കില്ല. പുതിയ ഷമാൻസിനെയൊക്കെ കൊണ്ടുവരാൻ അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലാരെങ്കിലും ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച സംഘാണെങ്കിൽ ഒന്നും പറയില്ല. യോമിയാണെങ്കിൽ ഒരു കില്ലിംഗ് സ്മൈല് കൊടുത്ത് നിന്റെ പ്രിപ്പറേഷൻസ് എവിടെയാന്നൊക്കെ അറിയണം, ഡാൻസ് കാണട്ടെ എന്ന് പറഞ്ഞ ഒരു ഓർഡറും. ഇത് രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാവാൻ നോക്കിയതാണ്. പക്ഷെ അവൾക്ക് ഈ ഡാൻസ് അറിയാവുന്നത് പോലെ തന്നെ. അതിനെന്താ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ ഒരു സൈഡിലും മറ്റേ സൈഡിലാണെങ്കിൽ സംഘം ഡാൻസ് ആരംഭിച്ചു. ബേയാണെങ്കിൽ സ്പോർട്സ് റൂമിൽ നിൽക്കുകയാണ്. അപ്പൊ കോച്ച് വന്ന് ചോദിക്കുകയാണ്, എന്തായാലും നിന്റെ തീരുമാനം? ഞാൻ ആർച്ചറി ഫീൽഡിൽ തന്നെ ഉണ്ടാവും, എനിക്ക് പോകാൻ ഇഷ്ടമല്ലെന്ന് അവൻ തീർത്തു പറയും. ഇനി ഇവനെ ട്രെയിൻ ചെയ്യിക്കാലോ എന്നുള്ള സന്തോഷത്തിൽ കോച്ചിന് ഭയങ്കര സന്തോഷമായി. ന്യൂ ജോയിനെ കൊണ്ട് 2 റൗണ്ട് ഓടിയിട്ട് വരാൻ പറഞ്ഞു വിടുവാണ്. ഇവിടെ രണ്ടുപേരും ഒന്നിനൊന്ന് കട്ടയ്ക്കാണ് ഡാൻസ് ചെയ്യുന്നത്. അത് എൻഡ് ആവുന്ന ടൈമിൽ തന്നെ അവിടേക്ക് ബേയും വരുവാണ്. സംഗിനെ ഷമാൻ ഡ്രസ്സിൽ അവിടെ യോംഹയുടെ കൂടെ കാണുമ്പോഴാണ് അവന്റെ എല്ലാ പ്രതീക്ഷയും നശിച്ചത്. തന്നെ ഇരുട്ടുമൂടിയ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ടാണ് സംഘ് വന്നതെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഇപ്പൊ ഏറ്റവും വെറുക്കുന്നവരുടെ കൂടെ അവളുടെ അതേ ജോബിൽ സംഗിനെ കണ്ടപ്പോ ശരിക്കും അവനാണ് തകർന്നു പോയത്.